ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ച രാവിലെയാണല്ലോ, ഈ സൺഡേ രാവിലെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഒരു വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരിക്കൽ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ഇന്ന് ആരാധിക്കുവാൻ കടന്നു പോകുവാൻ ഹല്ലേലൂയ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കർത്താവ് തന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. 96-ാം സങ്കീർത്തനം ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 8, 9, 10 വാക്യങ്ങളിൽ കാണുന്നു. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രകാരങ്ങളിൽ ചെല്ലുവിൻ, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോട് യഹോവയെ നമസ്കരിപ്പീൻ, സകല ഭൂവാസികളുമുള്ളവരെ അവൻ്റെ മുൻപിൽ നടുങ്ങുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ പ്രഭാതത്തിലെ ഹല്ലേലൂയ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവ് ആരെന്ന് കണ്ടിട്ട് കർത്താവിനെ ആരാധിക്കണം. അത് കർത്താവിന് തക്ക മഹത്വം കൊടുക്കണം. നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിലെ ഹല്ലേലൂയ പലരും ആരാധന മുടക്കി വീടുകളിലായി ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എനിക്കറിയാം. കഴിയുമെങ്കിലും ദൈവത്തിന് സ്തോത്രം കടന്നു പോകാതെ വേണം വീട്ടിലിരിക്കുന്നവർ. അവരോട് ചോദിച്ചാൽ പറയും, എനിക്ക് അതായിരുന്നു, അസുഖമായിരുന്നു, എനിക്ക് സുഖമില്ലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര ഹല്ലേലൂയ പ്രയാസമാണെങ്കിലും ആരാധനാലയത്തിൽ കടന്നു ചെന്നിട്ട് ദൈവത്തെ ആരാധിക്കുക. അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതുക, തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. ദൈവത്തിന് സ്തോത്രം. കാഴ്ചയുമായി നമുക്ക് ദൈവം ഒരുക്കിയത്. ദൈവത്തിന് സ്തോത്രം. എന്താ തിരുമുൽ കാഴ്ച? ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വസ്തുക്കളും മറ്റേതും കൊണ്ട് ആരാധനാലയത്തിൽ ചെല്ലുന്ന കാര്യമല്ല പ്രിയമുള്ളവരെ. സ്തോത്രവും സ്തുതിയും ഹല്ലേലൂയ പുതിയതൊക്കെ. അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾ തോറും അവൻ്റെ രക്ഷയെ പ്രശുദ്ധമാക്കുവീൻ. പുതിയ അനുഭവത്തോട്, പുതിയ കൃപയോട് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു ചെന്ന കർത്താവിനെ ആരാധിക്കുവാൻ നമുക്കൊന്ന് കഴിയട്ടെ പ്രിയമുള്ളവരെ. ആ ദൈവ പാദപീഠത്തിലൊന്ന് കടന്നു ചെല്ലുവാൻ കഴിയുമോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാ, നമ്മെ നടത്തുവാൻ ശക്തനാ. ഏത് പ്രതിസന്ധിയാണെങ്കിലും ദൈവ പാദപീഠത്തിൽ കടന്നു എന്ന് വന്ന് അല്പസമയം ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതിന്മേൽ വിടുതല പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം പറയുന്നത്, വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോട് യഹോവയെ നമസ്കരി. എന്താ? വിശുദ്ധിയോടും വേർപാടോടും ദൈവസന്നിധി കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ. എന്നിട്ട് പറയുകയാണ്, സകല ഭൂവാസികളുമുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവീൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിലൊന്ന് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവം അവന് അതിൻ്റെ 6-ാം വാക്യം വായിക്കുന്നു, ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ടെന്ന്. ഹല്ലേലൂയ. മന്ദിരത്തിൽ എന്തുണ്ട്? ബലവും ശോഭയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ പാദപീഠയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് പ്രിയമുള്ളവർ, എല്ലാം നമുക്ക് ലഭിക്കും. യാതൊരു സംശയവുമില്ല. പ്രതിസന്ധിയാണോ, പ്രശ്നമാണോ, രോഗമാണോ, ദുഃഖമാണോ, രാവിലെ ദൈവസന്നിധിയിലൊന്ന് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും പ്രിയമുള്ളവർ. യാദികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കാൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മഹത്വവും ബലവും ആർക്ക് കൊടുക്കാൻ? യഹോവയ്ക്ക്. യഹോവയുടെ സന്നിധിയിൽ കടന്നു വന്നൊന്ന് കൊടുത്താൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഉയരത്തിൽ നിന്ന് അത്ഭുതങ്ങളെ ചെയ്യും പ്രിയമുള്ളവരെ. നമുക്ക് വേണ്ടി വിടുതൽ അയക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. നമുക്ക് സുവിശേഷങ്ങളിലൊക്കെ അറിയാം, ശബത്ത് കഴിഞ്ഞ ശേഷം മഞ്ഞലക്കാരത്തി മറിയം, യാക്കോവിൻ്റെ അമ്മ മറിയ ശലോമീൻ ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം. നമുക്കറിയാം, കർത്താവിനെ ക്രൂശിച്ചു. അതിനുശേഷം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കല്ലറയിൽ വെച്ചു. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം സഹോദരിമാർ എന്ത് ചെയ്തു? അവർ ഹല്ലേലൂയ സുഗന്ധവർഗം വാങ്ങിച്ചിട്ട് പ്രിപ്പയർ ചെയ്തെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആരാധന എന്ന് പറയുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് പ്രിയമുള്ളവരെ. രാവിലെ എത്ര പേര് ആരാധനയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ദൈവസന്നിധിയിൽ എനിക്കൊന്ന് ആരാധനയ്ക്ക് കടന്നു പോകണം, ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് കടന്നു വരുവാൻ തയ്യാറാകും. എന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ചിലയിടത്ത് എഴുതിയിരിക്കുന്ന ഇരുട്ടുള്ളപ്പോൾ തന്നെ. ദൈവത്തിന് ഇവിടെ പറയുന്നു, സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അതികാലത്ത് ഇവിടെ സൂര്യൻ ഉദിച്ചപ്പെടുന്ന പറയുന്നത്.
പറയുന്നത്. ദൈവത്തിന് ആദ്യകാലത്തെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഹല്ലേലൂയ സുഗന്ധവർഗവുമായി ദൈവസന്നദ്ധിയിൽ ദൈവിക പാദപീഠത്തിൽ ഒന്ന് കടന്നു വരുവാൻ നമ്മൾ തയ്യാറായാൽ വിടുതല. എന്നിട്ട് അവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വാക്യമുണ്ട്. ദൈവത്തിന് കല്ലറയ്ക്കൽ ചെന്നു, കല്ലറയുടെ വാതുക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞെന്ന ദൈവത്തിന് സ്തോത്രം. വലിയ പ്രതിസന്ധികളുമായി പ്രശ്നങ്ങളുമായി കടന്നു പോകുന്ന സഹോദരിമാർ പറയുക, ഈ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആരുരുട്ടി മാറ്റുമെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഏത് പ്രതിസന്ധിയാണെങ്കിലും ആലയത്തിലൊന്ന് കടന്നു ചെല്ലുവാൻ തയ്യാറായാൽ ആ പ്രതിസന്ധി ഉരുട്ടി മാറ്റുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. തന്നെ ഉരുണ്ടു മാറും, അത് തന്നെ ഉരുട്ടി മാറ്റുന്ന തമ്പുരാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടെന്ന ദൈവത്തിന് സ്തോത്രം. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മളൊന്ന് ഒരുങ്ങണം, നമ്മളൊന്ന് തയ്യാറാകണം. ദൈവസന്നിധിയിലൊന്ന് കടന്നു പോകുവാൻ നമ്മളൊന്ന് തയ്യാറാകണം. ഇന്ന് പലർക്കും ആരാധന വേണ്ട, കൂട്ടം വേണ്ട, പ്രാർത്ഥന വേണ്ട, ഉപേക്ഷയായിരുന്നു ഭവനത്തിലൊക്കെ കുത്തിയിരിക്കുക. ദൈവത്തിന് അവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നമാണോ, ഭാരമാണോ, ആലയത്തിൽ കടന്നു പോകും. നിനക്ക് വേണ്ടി വലിയ പ്രശ്നമാണെങ്കിലും ഉരുട്ടി മാറ്റിക്കളയുവാൻ കഴിയുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുക, അവർ തമ്മി പറയുക, വലിയ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആര് ഉരുട്ടി മാറ്റും. എന്നാൽ അവർ നോക്കിയപ്പോൾ അത് ഉരുട്ടി മാറ്റിയതായി കണ്ടെന്ന ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം വാഞ്ചയോട് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഒരുക്കിയ സുഗന്ധവർഗം അതിരാവിലെ കല്ലറയ്ക്ക് പോയെന്ന എത്ര പേര് ഹാലിലെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് ദൈവാലയത്തിൽ കടന്നു വരുവാൻ തയ്യാറാകും. ഒരുക്കത്തോട് ദൈവസന്നിധി കടന്നു വരുവാൻ തയ്യാറായാൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രകാരങ്ങളിൽ ചെല്ലുവിൻ. തിരുമുൽ കാഴ്ചയുമായി നമ്മൾ ഒരുക്കിയ സുഗന്ധവർഗവുമായി ഒരുക്കത്തോട് ദൈവസന്നിധി കടന്നു ചെല്ലാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്ന്, നമ്മളെ മാനിക്കുമെന്ന്, നമ്മളെ ഉയർത്തുമെന്ന്. ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ, ആരാധിപ്പാൻ കടന്നു ചെന്നാൽ എല്ലാം അവിടെ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം, എല്ലാം ലഭിക്കും. അത് വചനമാണ്. നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ദുഃഖം മാറിപ്പോകും, നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും, നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോകും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ വചനം ഒന്ന് ഏറ്റെടുത്താട്ട്, നമ്മളെ ഒന്ന് ഒരുക്കിക്കാട്ട്. ഇന്ന് രാവിലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.